ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് വിളിച്ചു മരിച്ചെടുത്തോ? എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ മോളെ. എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ മോളെ എന്തു പറ്റിയതാ? ആരെങ്കിലും ഒന്ന് വെള്ളം പോലീസിനെ എടുത്തിട്ട് വിളിക്ക്. വെള്ളം ഒന്ന് തളിച്ചു നോക്കാം. പോലീസിനെ വിളിക്ക്. മോളെ വേഗം വിളിക്കണോ? ചേട്ടാ പോലീസിനെ മോളെ. വിളിക്ക്. ആ വെള്ളം വേഗം കൊണ്ടുപോവാ. ഞാനിപ്പോ വിളിക്കാം. അയ്യോ ശരിയാ, പൃഥ്വിന്റെയും നിന്റെയും കല്യാണം ഉടനെ നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് അശി ഒരു കാര്യം ആവശ്യപ്പെട്ട പൂർണ്ണിമ അത് തള്ളിക്കളയില്ല. നീ ഒന്ന് സംസാരിച്ചു നോക്കഷി, നടന്ന നല്ലൊരു കാര്യല്ലേ? ഒന്ന് പറ അശി. ഞാൻ പൂർണ്ണിമ ചേച്ചിയോടൊന്ന് സംസാരിച്ചു നോക്കാം. ഹലോ അഷിതേ. ആ പറഞ്ഞോ ചേച്ചി, അത് എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ അഷി? ഒരു പ്രശ്നം ഉണ്ടായി. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാ ഞാൻ ചേച്ചിയോട് പറയുന്നത്. എന്താണെങ്കിലും പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണോ അഷി? അതൊക്കെ ദേവികയുടെ അച്ഛനും അമ്മയെ അറിയിച്ചതാ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായി. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. ശരി, താങ്ക് യു ചേച്ചി. ശരി അഷി, ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, ആ, ഒരു ദേവികയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ച് അറിയാനാ വിളിച്ചത്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇന്ദ്ര ടിവിന്ന് പൂർണിമയാണ്. ഏത് ദേവിയുടെ കാര്യമാണ് മാഡം പറയുന്നത്? ഇന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാറിൽ പിടിച്ചോണ്ട് പോയതായിട്ടൊരു കംപ്ലൈന്റ് കിട്ടിയില്ലേ? ഓ, അങ്ങനെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞൊരു ഫോൺ കോൾ വന്നിരുന്നു. ഓ, സ്റ്റേഷനിൽ നിന്ന് SI ടീമൊക്കെ പോയിട്ടുണ്ട് വേണം. ഓക്കെ. ഹലോ, ആ, ഒരു കേസ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ മാഡം. സോഴ്സ് ജെന്യൂൻ ആണോ മാഡം? ഇത് ഞാൻ തരുന്ന ന്യൂസ് അല്ലേ, എനിക്കതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ലേ? ഓക്കെ മാം. ഓക്കെ, ന്യൂസ് ഉടനെ ഫ്ലാഷ് ചെയ്യണം, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഡിലേ ഉണ്ടാവും. ഉടനെ ചെയ്യാം മാം. ഓക്കെ. ദേവിക എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു പോസിറ്റീവ് നീക്കവും ഉണ്ടായിട്ടില്ല. ഈ കേസിൽ ഉന്നതർക്ക് ബന്ധമുള്ളതായി സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കാണാതായ പെൺകുട്ടിയോട് ഒരു മന്ത്രിയുടെ മകന് വൈരാഗ്യമുള്ളതായി പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പറയുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ടാണോ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പോലീസ് ചെയ്യുന്നത് കൊടും ക്രൂരതയാണ്. പൂർണ്ണിമ ചേച്ചി വിചാരിച്ചുകൊണ്ട് മാത്രം ഇങ്ങനൊരു ന്യൂസ് വന്നത്. അത് ശരിയാ, അല്ലെങ്കിൽ പിടിപാടും കാശുള്ളവർക്ക് എന്ത് രഹസ്യമായിട്ട് വെക്കാലോ. പ്രത്യേകിച്ച് മന്ത്രിപുത്രൻ എന്ന് പറയുമ്പോ എല്ലാരും ഒന്ന് ഭയക്കും. അഞ്ജനയ്ക്കെതിരെ അവരെന്തേലും ചെയ്യൂന്ന് എന്റെ പേടി. എന്തിനെ? അതിന് അയാളെ കുറിച്ചാ പറഞ്ഞെന്ന് ഒരിടത്തും പറയുന്നില്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്റെ അമ്മേ, അവരെ പോലുള്ളവർക്ക് ദേവികയുടെ ഫ്രണ്ട്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അയ്യോ, അപ്പച്ചി ടെൻഷൻ ആവാതെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കാതെ പലരും ഇങ്ങനെ ഭയക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ ക്രിമിനൽസ് പെരുകുന്നത്. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ചോദിക്കുന്നതിന് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. ഇവൾക്ക് എന്താ പറയാൻ പറ്റാത്ത? എന്തെങ്കിലും സംഭവിച്ചത് എന്റെ മോൾക്കല്ലേ, അതുകൊണ്ട് ഇവളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്ന ദുഷ്ടത്തി. ഒന്ന് നിർത്ത്. ഇനി ഈ പ്രശ്നത്തിന്റെ പേരിൽ ദുർഗയെ ക്രൂശിക്കാൻ നിൽക്കാതെ. ഈ കാര്യത്തിൽ ഞാൻ ദുർഗയ്ക്കൊപ്പം. സ്വന്തം കാര്യം നോക്കി ഭയന്നിരുന്നാൽ നാളെ നമ്മുടെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. ഇത് വല്ലതും ഇവരെ പോലെ സ്വാർത്ഥതയുള്ളവർക്ക് മനസ്സിലാവോ ദേവാ? എന്തെങ്കിലും കാരണമുണ്ടാക്കി ദുർഗയെ കുറ്റം പറയണമെന്ന് മാത്രം ഇവരുടെ ലക്ഷ്യം. നിങ്ങളൊന്ന് നിർത്ത്. എങ്ങനെയും ദേവികനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കുന്നതിന് പകരം വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ യൂട്യൂബ് ചാനലും കൂടെ ഇടാം. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തുമല്ലോ. അത് നല്ല കാര്യം മോനെ, ചെയ്. ദേവികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാത്രി തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നാണ് അജ്ഞാത സംഘം ദേവികയെ തട്ടിക്കൊണ്ടുപോയത്.
പോലീസ് അന്വേഷണം വൈകിയത് വാർത്തയായതോടെ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. സിറ്റിയിൽ വാഹന പരിശോധന പോലീസ് കർശനമാക്കി. ഒന്ന് വേഗം വിടളിയ. ഹലോ, എത്രയും പെട്ടെന്ന് കുറ്റവാളികൾ എല്ലാം സൂക്ഷിച്ചോണം ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പോൾ പിന്നെ എങ്ങനെ ഇതിപ്പോ ന്യൂസ് ആയത്? ന്യൂസ് ആയോ? അതെ, ഇന്ദിര ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നുണ്ട്. ഇനിയിപ്പോ പോലീസ് അലേർട്ട് ആവും, എല്ലായിടത്തും ചെക്കിങ്ങും തുടങ്ങും. ഞങ്ങൾ സൂക്ഷിച്ചെല്ലാം ചെയ്തത്. ആ ഭാഗത്തൊരു CCTV ക്യാമറ പോലും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണോ ന്യൂസ് ആയത്? അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഒരു കാരണവശാലും എന്റെ പേര് വെളിയിൽ വരരുത്. അവളെ അങ്ങ് തീർത്തേക്ക്. ഓക്കെ. നിന്നെ നശിപ്പിക്കാൻ മാത്രമായിരുന്നു കൊട്ടേഷൻ. പക്ഷെ ഇപ്പത് മാറി. കൊന്നു കളയാൻ പറഞ്ഞു. അവളെപ്പോഴേ ചത്തളിയാ. പിടിക്കടാ. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. അയ്യോ, ഒരു പെങ്കുച്ചല്ലേ? അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, മോളെ, 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 കണ്ണു തുറക്കും മോളെ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. മോളെ, മോളെ. ഒന്ന് നിർത്തണേ സാറേ, ഒന്ന് നിർത്തണേ. എന്താ എന്താ പറ്റിയേ? എന്താ എന്താ സാറേ, കാര്യം? അവിടെ ഒരു കൊച്ച്. ഒന്ന് വിളിച്ചു എടുക്കാക്കുട്ടി. മരിച്ചിടഞ്ഞാണോ? എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ. മോളെ, എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ. മോളെ, എന്ത് പറ്റിയത്? ആരെങ്കിലും ഒന്ന് വെള്ളം പോലീസിനെ എടുത്തിട്ട് വരൂ. വിളിക്ക്. വെള്ളം ഒന്ന് തളിച്ചു ചെല്ലടാ, നോക്കാം. പോലീസിനെ വിളിക്ക്. മോളെ, വേഗം മോളെ. വിളിക്കണോ. ചേട്ടാ, പോലീസ് മോളെ. ആ വെള്ളം വേഗം കൊണ്ടുപോവാ. ഞാനിപ്പോ വിളിക്കാം. അയ്യോ, മോളെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. കൊടു ആ, വെള്ളം. കൊടുക്ക്.